ഹലോ എവരിവൺ. ഇന്ന് നമുക്ക് 10th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്താലോ? അതായത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ജെനറ്റിക്സ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ജീവന്റെ ജനിതകം എന്നാണ് അല്ലെ. ജെനറ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്തിൽ പഠിച്ചത്. അപ്പൊ ഈ ചാപ്റ്ററിനകത്തിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനകത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ഹ്യൂമൻ മെയിൽ ഈസ് 44 പ്ലസ് XY. അതായത് പുരുഷന്മാരിലെ ജനിതക ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? 44 പ്ലസ് XY ആണ്. വാട്ട് ഡസ് 44 ഇൻഡിക്കേറ്റ്? വാട്ട് ഡസ് XY ഇൻഡിക്കേറ്റ്? ഈ 44 എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? അതുപോലെ തന്നെ XY എന്തിനെ സൂചിപ്പിക്കുന്നു? 44 എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകളാണ്. ഇത് മെയിലും ഫീമെയിലും ഒരുപോലെയാണ് അല്ലെ. ഇനി XY എന്ന് പറയുന്നത് എന്താണ്? സെക്സ് ക്രോമസോംസ് ആണ്. സെക്സ് ക്രോമസോംസ് അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോമുകൾ മെയിലിനകത്തിൽ പുരുഷന്മാരിൽ X, Y എന്നിങ്ങനെ രണ്ടു തരമുണ്ട്. ഇനി സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? XX ആണ് അല്ലെ. അപ്പൊ ഇവിടെ മെയിലിന്റെ കാര്യമാണ് ചോദിച്ചത്. 44 എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകളെ സൂചിപ്പിക്കുന്നു. ഇനി XY എന്ന് പറയുന്നത് എന്താണ്? XY ഇൻഡിക്കേറ്റ്സ് സെക്സ് ക്രോമസോംസ്. Then അതിന്റെ ബി പാർട്ട് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ അപ്പിയറൻസ് ഓഫ് 2 ടൈപ്സ് ഓഫ് സ്പേംസ് ഇൻ ഹ്യൂമൻ? മനുഷ്യരിൽ സ്പേംസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പുംബീജങ്ങൾ ഉണ്ടാകുമ്പോൾ പുംബീജങ്ങൾ രണ്ടു തരത്തിൽ വരുന്നു. എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ സ്പേംസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? മെയിലാണ്. സ്പേംസ് രണ്ട് ടൈപ്പ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ സെക്സ് ക്രോമസോമിലുള്ള ഡിഫറൻസ് ആണ് അല്ലെ. അവരിലുള്ള സെക്സ് ക്രോമസോം എങ്ങനെയാണ്? XY ആണ്. അപ്പൊ ഈ XY വരുമ്പോഴത്തേക്ക് കുറച്ച് സ്പേംസ് ഉണ്ടാകുമ്പോൾ അതിനകത്തിൽ X ക്രോമസോമും, അതുപോലെ തന്നെ കുറച്ച് സ്പേംസ് ഉണ്ടാകുമ്പോൾ അതിനകത്തില് Y ക്രോമസോമോ ആയിരിക്കും വരുന്നത്. സ്പേംസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒന്നുകിൽ 22 പ്ലസ് X. 22 എന്ന് പറയുന്നത് എന്താണ്? സൊമാറ്റിക് ക്രോമസോം ആണ്. ഇനി X എന്ന് പറയുന്നത് സെക്സ് ക്രോമസോം ആണ്. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? 22 പ്ലസ് Y ആയിരിക്കും. അപ്പൊ ഇങ്ങനെ സ്പേംസ് രണ്ടു തരത്തിൽ ഉണ്ടാകാനുള്ള കാരണം മെയിലിന്റെ സെക്സ് ക്രോമസോംസ് ആണ് അല്ലെ. അതായത് മെയിലില് രണ്ടു തരത്തിലുള്ള സെക്സ് ക്രോമസോംസ് ആണുള്ളത്, Xഉം Yയും. അതുകൊണ്ടാണ് അവരിലുണ്ടാകുന്ന സ്പേംസ് രണ്ടു തരത്തിൽ വരുന്നത്. ഇനി ഫീമെയിലാണെന്നുണ്ടെങ്കിൽ ഓവം എന്ന് പറയുന്നത് ഒരേ ടൈപ്പിൽ മാത്രമേ കാണത്തുള്ളൂ. അതിലെല്ലാം ഏത് ക്രോമസോം ആയിരിക്കും? X ക്രോമസോം ആയിരിക്കും. 22 പ്ലസ് X ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഫീമെയിൽസിനകത്തില് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് എങ്ങനെയാ? XX ആണ് അല്ലെ. അപ്പൊ അവരിലുണ്ടാകുന്ന ഓവം മൊത്തം എങ്ങനെയായിരിക്കും? X ക്രോമസോം ഉള്ളതാണ്. അതായത് ഒരു ടൈപ്പ് ഓവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ മെയിലില് രണ്ടു തരത്തിലുള്ള സ്പേംസ് ഉണ്ടാകുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരിലുള്ള XY ക്രോമസോംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മേക്ക് 4 pairs by using the following words. അതായത് താഴെ തന്നിരിക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ പദങ്ങൾ ഉപയോഗിച്ചിട്ട് 4 ജോഡികൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുറെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ 51, ന്യൂക്ലിയോസോം, പ്രോട്ടീൻ സിന്തസിസ്, വേരിയേഷൻസ്, ക്രോമസോം, റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ, ജീൻസ്, ഫ്രാൻസിസ് ക്രിക്ക്, മ്യൂട്ടേഷൻ, DNA മോഡൽ. അപ്പൊ ഇത്രയും വേർഡ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും അനുയോജ്യമായിട്ടുള്ള 4 pairs അല്ലെങ്കിൽ 4 ജോഡികൾ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തിലെ ഫോട്ടോ 51ുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾ ആരാണ്? റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പെയർ ഉണ്ടാക്കാം. എങ്ങനെയാണ്? ഫോട്ടോ 51, അതിന് നേരെ എന്ത് കൊടുക്കുക? റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ. ദെൻ അടുത്തതെന്ന് പറയുന്നത് ന്യൂക്ലിയോസോം ആണ്. ന്യൂക്ലിയോസോമുമായിട്ട് ചേർന്ന് വരുന്ന ഇതിനകത്തിൽ ഏതാണ്? ക്രോമസോം ആണ് അല്ലെ. അപ്പൊ അടുത്ത പെയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ന്യൂക്ലിയോസോം, ക്രോമസോം. അപ്പൊ 2 ജോഡികളായി. ദെൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇതിനകത്തില് ജീൻസ് ആണ് അല്ലെ. അപ്പൊ ജീൻസിന്റെ ആക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? പ്രോട്ടീൻ സിന്തസിസ്. അപ്പം പ്രോട്ടീൻ സിന്തസിസ്, അതിന് നേരെ എന്ത് കൊടുക്കാം? ജീൻസ് കൊടുക്കാം. അപ്പൊ 3rd പെയർ ആയിട്ടുണ്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത് വേരിയേഷൻസ് ആണ്. വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്? മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോഴാണ് എന്ത് വരുന്നത്? വേരിയേഷൻ വരുന്നത് അല്ലെ. അപ്പം മ്യൂട്ടേഷൻ, വേരിയേഷൻ. വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ, മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉൽപരിവർത്തനം. അപ്പൊ വേരിയേഷൻസ്, മ്യൂട്ടേഷൻ. ദെൻ അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു പെയർ കൂടി ഉണ്ടാക്കാം. എന്താണ്? DNA മോഡലും കൊടുത്തിട്ടുണ്ട്, ഫ്രാൻസിസ് ക്രിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ DNA മോഡൽ കൊണ്ടുവന്ന ആരൊക്കെയാണ്? ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് ജെയിംസ് വാട്സൺ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് DNA മോഡൽ ഫ്രാൻസിസ് ക്രിക്ക് എന്നും കൊടുക്കാം ഇല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എത്ര പെയേഴ്സ്, എത്ര ജോഡികൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന വേർഡ്സ് ഉപയോഗിച്ചിട്ട് 4 ജോഡികൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഫോട്ടോ 51 റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ, ന്യൂക്ലിയോസോം ക്രോമസോം, പ്രോട്ടീൻ സിന്തസിസ് ജീൻസ്, വേരിയേഷൻസ് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ, ഫ്രാൻസിസ് ക്രിക്ക് DNA മോഡൽ. ഏതെങ്കിലും 4 ജോഡി ഉണ്ടാക്കിയാൽ മതി. Then third question, what is multiple allelism? എന്താണ് multiple allelism? Write an example with alleles in it. ഒരു എക്സാമ്പിൾ കൊടുക്കണം. അതുപോലെ തന്നെ അതിലുള്ള
അലീൽസ് കൂടി കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞാൽ? നോൺ മെന്റലിൻ ഇൻഹെറിറ്റൻസിനകത്തിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അലീലിസം. അതായത് ഇഫ് എ ട്രേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 2 അലീൽസ്, ഒരു ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ഗുണത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് 2ൽ കൂടുതൽ അലീലുകൾ വരികയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? മൾട്ടിപ്പിൾ അലീലിസം. അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് എ ജീൻ ഹാസ് മോർ ദാൻ 2 അലീൽസ്, ഒരു ജീനകത്തിൽ 2ൽ കൂടുതൽ അലീലുകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ അലീലിസം. അപ്പൊ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻസ് ആണ് ഇല്ലേ, അതായത് മനുഷ്യരിലുള്ള ABO ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ അതിനകത്തിൽ വരുന്ന അലീൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഇല്ലേ, അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ 3 അലീൽസ് ഉണ്ട്, IA, IB ആൻഡ് സ്മോൾ I. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? മൾട്ടിപ്പിൾ അലീലിസം. അപ്പൊ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇഫ് എ ജീൻ ഹാസ് മോർ ദാൻ 2 alleles, it is called multiple allelism. എക്സാമ്പിൾ എന്താണ്? ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻസ്. അപ്പൊ അതിനകത്തിലുള്ള അലീൽസ് ഏതൊക്കെയാ? IA, IB ആൻഡ് സ്മോൾ I. Then അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രോട്ടീൻ സിന്തസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഏതാണെന്ന്? പ്രോട്ടീൻ സിന്തസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ ആണ് ഇല്ലേ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ. അപ്പം പ്രോട്ടീൻ നിർമ്മാണത്തിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെൽ ഡസ് ഇറ്റ് ഒക്കർ? സെല്ലിന്റെ ഏത് പാർട്ടിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നതെന്ന്? ഏത് പാർട്ടിൽ വെച്ചിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്? ന്യൂക്ലിയസിനുള്ളിൽ വെച്ചിട്ടാണ് അല്ലേ. അപ്പം പ്രോട്ടീൻ സിന്തസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ. അത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ന്യൂക്ലിയസിൽ വെച്ചിട്ടാണ് അല്ലേ. റൈറ്റ് ആൻഡ് ആക്ഷൻ ഒക്കർ ഡ്യൂറിംഗ് ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്ന ആക്ഷൻ എന്തുവാണെന്ന്? എന്തുവായിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്ന ആക്ഷൻ? ഫോർമേഷൻ ഓഫ് mRNA ഫ്രം DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം ഇല്ലേ. അതായത് DNA-യിൽ നിന്ന് എന്ത് ഫോം ചെയ്യുന്നു? mRNA ഫോം ചെയ്യുന്നു. അതിന് എന്തു ആവശ്യമുണ്ട്? എൻസൈംസ്. അതായത് എൻസൈമുകളുടെ സഹായത്തോടു കൂടി DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യുന്ന പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ നടക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 5th ക്വസ്റ്റ്യനിൽ ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് ഈ ചിത്രീകരണം ഒന്ന് നിരീക്ഷിക്കുക, എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുക. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പേരന്റൽ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ഗ്രീൻ സീഡഡ് പ്ലാന്റ്, അതായത് പച്ച വിത്തോട് കൂടിയ പ്ലാന്റ്. ദെൻ യെല്ലോ സീഡഡ് പ്ലാന്റ്, മഞ്ഞ വിത്തോട് കൂടിയ പ്ലാന്റ്. അപ്പൊ ഈ ഗ്രീൻ സീഡഡ് പ്ലാന്റും യെല്ലോ സീഡഡ് പ്ലാന്റും നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ഗ്രീൻ സീഡഡ് പ്ലാന്റിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അലീൽസ് എങ്ങനെയാണ്? ക്യാപിറ്റൽ G. യെല്ലോ സീഡഡ് പ്ലാന്റിനെ സ്മോൾ g എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഗമേറ്റ് കാണിച്ചിട്ടുണ്ട്. ഗ്രീൻ സീഡഡ് പ്ലാന്റിൽ നിന്നും ഉണ്ടാകുന്ന ഗമേറ്റിൽ വരുന്ന അലീൽ ഏതാണ്? ക്യാപിറ്റൽ G ആണ്. ഇനി യെല്ലോ സീഡഡ് പ്ലാന്റിൽ നിന്നും ഉണ്ടാകുന്നത് സ്മോൾ g ഉള്ള ഗമേറ്റ് ആണ് ഇല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഗമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ 1ാമത്തെ തലമുറ കിട്ടും. 1ാമത്തെ തലമുറയിൽ കിട്ടുന്ന പ്ലാന്റ്സ് അതെന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടില്ല. 1ാമത്തെ തലമുറയിൽ കിട്ടുന്ന പ്ലാന്റിനെ ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ ഇനി ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഫിൽ അപ്പ് 1 എന്ത് ചെയ്യുക? 1 എന്ന് പറയുന്നത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ക്യാപിറ്റൽ G സ്മോൾ g ആണ് അല്ലേ. അപ്പൊ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായ പ്ലാന്റ്സ് എങ്ങനെയാണ്? ക്യാപിറ്റൽ G സ്മോൾ g. അപ്പൊ ഈ ക്യാപിറ്റൽ G സ്മോൾ g എന്ന് പറയുന്നത് ഏത് ഫീനോടൈപ്പ് ആണ്? ഗ്രീൻ സീഡഡ് പ്ലാന്റ്സ് ആയിരിക്കും അല്ലേ. Then which is the recessive trait? ഏതാണ് recessive trait? ഏതാണ് ഇവിടുത്തെ ഗുപ്ത ഗുണം അല്ലെങ്കിൽ recessive trait എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ ഉണ്ടായ പ്ലാന്റ് എല്ലാം ഗ്രീൻ സീഡഡ് പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇവിടുത്തെ recessive trait എന്ന് പറയുന്നത് ഏതാണ്? യെല്ലോ സീഡഡ് പ്ലാന്റ്സ് ആണ് അല്ലെ. അപ്പൊ യെല്ലോ സീഡ് ഉള്ള പ്ലാന്റ്സ് ആണ് അവിടെ recessive പ്ലാന്റ് ആയിട്ട് വരുന്നത്. What is the reason for the appearance of the recessive trait in the second generation? ഇനിയിപ്പോ നമ്മള് ഈ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയതിനെ സെൽഫ് പോളിനേഷന് വിധേയമാക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് കിട്ടും? ഗ്രീൻ സീഡഡ് പ്ലാന്റ്സും കിട്ടും, അതുപോലെ തന്നെ യെല്ലോ സീഡഡ് പ്ലാന്റും കിട്ടും ഇല്ലേ. അപ്പൊ ഈ യെല്ലോ സീഡഡ് പ്ലാന്റ് എന്ന് പറയുന്നതാണല്ലോ ഇവിടുത്തെ റെസസീവ് ട്രേറ്റ്. അപ്പൊ ഈ റെസസീവ് ട്രേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷനിൽ എന്ത് ചെയ്യുന്നു? അപ്പിയർ ചെയ്യുന്നു. അതിനുള്ള കാരണം എന്തുവാണെന്നാണ് ചോദ്യം. അപ്പൊ അതിനുള്ള കാരണം എന്താണ്? ഗമേറ്റ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. അവയെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? മിക്സ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഇതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഫസ്റ്റ് ജനറേഷനിൽ റെസസീവ് ആയിരിക്കുന്ന ട്രേറ്റ് സെക്കൻഡ് ജനറേഷനിൽ അപ്പിയർ ചെയ്യുന്നത് അല്ലേ. അതായത് ഗമേറ്റ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഒരു ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. അവയെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? മിക്സ് ആകുന്നില്ല, കൂടിക്കലരുന്നില്ല. അപ്പൊ ഇതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഫസ്റ്റ് ജനറേഷനിൽ റെസസീവ് ആയിരുന്ന ട്രേറ്റ് സെക്കൻഡ് ജനറേഷനിൽ അപ്പിയർ ചെയ്യുന്നത്.
ദെൻ അടുത്തതെന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ടൈപ്പ് ഓഫ് നോൺ മെന്റലിൻ ഇൻഹെറിറ്റൻസ് ദാറ്റ് കോസ് റോൺ കോട്ട് ഇൻ കാറ്റിൽ. അതായത് കന്നുകാലികളിലെ റോൺ കോട്ട്, അതായത് പുള്ളിപ്പശു ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വിച്ച് ഈസ് ദ ടൈപ്പ് ഓഫ് നോൺ മെന്റലിൻ ഇൻഹെറിറ്റൻസ് ദാറ്റ് കോസ് റോൺ കോട്ട് ഇൻ കാറ്റിൽ. അതായത് കന്നുകാലികളിലെ റോൺ കോട്ടിന് കാരണം ഏത് നോൺ മെന്റലിൻ ഇൻഹെറിറ്റൻസ് ആണെന്നാണ് ചോദ്യം. അപ്പൊ ഈ റോൺ കോട്ട് ഇൻ കാറ്റിലൊക്കെ നമ്മൾ പഠിച്ചതാണ് പുള്ളിപ്പശു അല്ലെ. അപ്പൊ ഈ റോൺ കോട്ട് ഇൻ കാറ്റിൽ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഏതാണ്? കോഡോമിനൻസ് ആണ്. എന്താണ് കോഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 ജനറേഷൻ റിസംബിൾസ് ബോത്ത് ദ പേരൻസ്. അതായത് റോൺ കോട്ട് ഇൻ കാറ്റിലിന് കാരണം എന്താണ്? കോഡോമിനൻസ് ആണ് അല്ലേ. അതിന് അടുത്തതെന്ന് പറയുന്നത് ടാബുലേറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA ആസ് പെർ ദ ഹിൻസ് പ്രൊവൈഡഡ് ഇൻ ദ ടേബിൾ. അതായത് നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിനകത്തിലെ സൂചനകൾ അനുസരിച്ചിട്ട് DNAയും RNAയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ടേബിളിനകത്തിൽ കൊടുത്തിരിക്കുന്നത് ന്യൂക്ലിക് ആസിഡ്, നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്, ഷുഗർ, നൈട്രജൻ ബേസസ് തുടങ്ങിയവയാണ്. നമുക്കറിയാം ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറയുമ്പോൾ 2 ന്യൂക്ലിക് ആസിഡുകളാണ് ഉള്ളത്, DNA ആൻഡ് RNA. അപ്പൊ ഈ DNAയുടെയും RNAയുടെയും ഡിഫറൻസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. DNAയിലുള്ള നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എത്രയാണ്? ഇഴകളുടെ എണ്ണം 2 ആണ് അല്ലെ. RNA ആണെങ്കിൽ 1 ആണ്. ഷുഗർ എന്ന് പറയുന്നത് DNA-യിലുള്ളത് ഡിയോക്സി റൈബോസ് ഷുഗർ, ഡിയോക്സി റൈബോസ് പഞ്ചസാര. ഇനി RNA-യിലുള്ള ഷുഗർ എന്ന് പറയുന്നത് ഏതാണ്? റൈബോസ് ഷുഗർ അല്ലെങ്കിൽ റൈബോസ് പഞ്ചസാര. DNA-യിലുള്ള നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇനി RNA-യിലുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അപ്പൊ DNA-യും RNA-യും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കി വെച്ചേക്കാം. ഇവിടെ നമുക്ക് ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിനനുസരിച്ചിട്ട് ഡിഫറൻസസ് എഴുതിയാൽ മതിയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മ്യൂട്ടേഷൻ? എന്താണ് ഉൽപരിവർത്തനം? സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം ഈസ് കാൾഡ് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉൽപരിവർത്തനം. അതായത് ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ് എന്തെന്ന് പറയുന്നത്? മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉൽപരിവർത്തനം. ദെൻ വാട്ട് ആർ ഇറ്റ്സ് കോസസ്? ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയായിരുന്നു മ്യൂട്ടേഷനുള്ള കാരണങ്ങൾ? എറർ ഡ്യൂറിംഗ് DNA റെപ്ലിക്കേഷൻ, DNAയുടെ ഇരട്ടിക്കലിലുണ്ടാകുന്ന തകരാറുകൾ. ദെൻ സർട്ടൈൻ കെമിക്കൽസ്, റേഡിയേഷൻസ് ഇല്ലേ, അതായത് ചിലതരം രാസവസ്തുക്കൾ, വികിരണങ്ങൾ തുടങ്ങിയവയാണ് മ്യൂട്ടേഷനുള്ള കാരണങ്ങൾ. അപ്പൊ എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉൽപരിവർത്തനം. ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എറർ ഡ്യൂറിംഗ് DNA റെപ്ലിക്കേഷൻ, DNAയുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ. ദെൻ സർട്ടൈൻ കെമിക്കൽസ്, ചിലയിനം രാസവസ്തുക്കൾ, റേഡിയേഷൻസ് അല്ലെങ്കിൽ വികിരണങ്ങൾ. ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.